ഹായ് ഫ്രണ്ട്സ്, ഒരു വാല്യൂ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഓരോ മാർക്കറ്റ് ക്രാഷും ഓരോ അവസരമാണ്. എന്നാൽ ഒരു സ്റ്റോക്സ് അതിൻ്റെ ഡിപ്പിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ബോട്ടം ലെവലിലാണ് ഉള്ളത് എന്ന്, അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞു എന്നും ഇനി വാങ്ങാം എന്നൊരു തീരുമാനം എടുക്കുന്നതിനൊക്കെ മുമ്പ് ഇപ്പോഴത്തെ ബോട്ടം ലെവൽ തന്നെയാണോ യഥാർത്ഥത്തിലുള്ള ബോട്ടം ലെവൽ, ഇനിയും താഴോട്ടേക്ക് പോകുമോ, ഇതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി നാം നോക്കേണ്ടത് ആ കമ്പനിക്ക് ഗ്രോത്ത് സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ്. അങ്ങനെ ഒരു സാധ്യത അതിനുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഡിപ്പിൽ നിന്ന് ആ സ്റ്റോക്കിന് തിരിച്ചു വരാൻ കഴിയും. സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പ്രീവിയസ് ഹൈയിലേക്ക് തിരിച്ചു വരും. ഇത്തരം സ്റ്റോക്കുകളെ കണ്ടെത്താനുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഫിൽറ്ററിന് വേണ്ടി നാം ഉപയോഗിക്കുന്നത് സ്ക്രീനർ എന്ന സൈറ്റാണ്. നമുക്ക് ആദ്യം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളിലെ 52 വീക്ക് ലോ പ്രൈസിനോട് അടുത്ത് നിൽക്കുന്ന മൊത്തം സ്റ്റോക്കുകളൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ കറണ്ട് പ്രൈസ് കഴിഞ്ഞ 52 വീക്കിൽ രേഖപ്പെടുത്തിയ ഏറ്റവും താഴ്ന്ന വിലയുമായി 10% അതിൽ താഴെയോ മാത്രം വ്യത്യാസം കാണിക്കുന്ന സ്റ്റോക്കുകൾ ആദ്യം ഒന്ന് ഫിൽട്ടർ ചെയ്യാം. അതിനുവേണ്ടി അപ്പ് ബൈ 52 വീക്ക് ലോ പ്രൈസ് എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ, അവിടെ നമുക്ക് 10% കുറവ് എന്ന് കാണിക്കുന്ന ഒരു സൂചിക രേഖപ്പെടുത്തിയതിന് ശേഷം നമുക്കൊരു ക്വറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ലിസ്റ്റാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു സ്ക്രീൻ ചെയ്ത് കിട്ടുന്ന ആ ലിസ്റ്റിൽ നമുക്ക് 234 സ്റ്റോക്കുകൾ ലഭിക്കും. അപ്പോൾ ഇതിലിപ്പോൾ 52 വീക്ക് ലോയിലെത്തിയതും 52 വീക്ക് ലോയിലേക്ക് എത്താൻ പോകുന്നതും ഏകദേശം 10% ഒരു ഡിഫറൻസിൽ മാത്രം നിൽക്കുന്നത്, ഏകദേശം 9%, 8%, 5%, 2% ഒക്കെ നിൽക്കുന്ന സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റായിരിക്കും നമുക്ക് കിട്ടുക. എന്നാൽ 234 സ്റ്റോക്കും വാങ്ങാൻ കൊള്ളാവുന്നതല്ല, ഇനിയും താഴോട്ടേക്ക് പോകാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കുകളും അതിലുണ്ടാവും. അപ്പോൾ ഇവയിൽ നിന്ന് നല്ല ബിസിനസ് ഗ്രോത്തും അതേസമയം വില കുറഞ്ഞു നിൽക്കുന്നതുമായ സ്റ്റോക്കുകളെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ 52 വീക്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് കാണിച്ചതും എന്നാൽ അതിന് ആനുപാതികമായ വളർച്ച സ്റ്റോക്കിൻ്റെ പ്രൈസിൽ സംഭവിക്കാത്തതുമായ സ്റ്റോക്കുകൾ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോഫിറ്റ് ഗ്രോത്തിനേക്കാൾ കുറവ് 1 ഇയർ റിട്ടേൺ നൽകിയ സ്റ്റോക്കുകളെ ഫിൽട്ടർ ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള 234 സ്റ്റോക്കുകൾ 107 സ്റ്റോക്കുകളായി ചുരുങ്ങിയത് കാണാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 107 സ്റ്റോക്കുകളിൽ നിന്ന് നമുക്ക് പറ്റിയ സ്റ്റോക്കുകളെ കണ്ടെത്താം. എന്നാൽ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഈ സ്റ്റോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റിലെത്താൻ എത്ര കാലമെടുക്കും, എത്ര വർഷമെടുക്കും, അത് വർഷങ്ങളോളം ഹോൾഡ് ചെയ്യേണ്ടി വരുമോ, ഇതൊക്കെ നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ആശങ്ക ഇല്ലാതാക്കാൻ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ താല്പര്യം കാണിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോക്കിൻ്റെ വോളിയം ബിൽഡപ്പ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ ആവറേജ് ട്രേഡിംഗ് വോളിയം കഴിഞ്ഞ ഒരു വർഷത്തെ ആവറേജ് ട്രേഡിംഗ് വോളിയത്തേക്കാൾ കൂടുതലാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫിൽറ്റർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 107 സ്റ്റോക്കുകൾ 52 സ്റ്റോക്കുകളായി ചുരുങ്ങിയത് കാണാം. എന്നാൽ ഈ ഒരു 52 സ്റ്റോക്കുകളും അതിൻ്റെ ഒരു മാസത്തെ വോളിയം അല്ലെങ്കിൽ ഒരു വർഷത്തെ വോളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ പലതും 1 ലക്ഷത്തിൽ താഴെയാണെന്ന് കാണാം. അപ്പോൾ അത്തരം സ്റ്റോക്കുകളെ നമ്മൾ ഒഴിവാക്കണം. കാരണം നല്ല വോളിയം ഉള്ള സ്റ്റോക്കുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു വർഷത്തെ വോളിയം ഒരു മാസത്തെ വോളിയത്തേക്കാൾ കുറവ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ലോ വോളിയം സ്റ്റോക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 വീക്ക് വോളിയം ആവറേജ് നോക്കുക, അത് 1 ലക്ഷത്തിൽ കൂടുതലുണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഫിൽറ്ററും കൂടി കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് 20 സ്റ്റോക്കുകളാണ് ഈ 52 സ്റ്റോക്കുകൾ ലിസ്റ്റിൽ നിന്ന് കിട്ടുക. അതിൽ ഭൂരിഭാഗം സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി സ്ട്രോങ് ഉള്ള സ്റ്റോക്കുകളാണ്. പക്ഷേ 20 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ചില പെന്നി സ്റ്റോക്കുകളും അതിലുണ്ട്. അപ്പോൾ അത്തരം റിസ്കി ആയിട്ടുള്ളതും പെന്നി സ്റ്റോക്കുകളായതുമായ സ്റ്റോക്കുകൾ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ശക്തമായതും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയതുമായ സ്റ്റോക്കുകളെ കിട്ടാൻ വേണ്ടി നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് 5000 കോടിക്ക് മുകളിലുള്ള സ്റ്റോക്കുകളെ മാത്രം ഒന്ന് സ്ക്രീൻ ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ 13 സ്റ്റോക്കുകളുടെ ഒരു ഫൈനൽ ലിസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടേതായ മറ്റ് പാരാമീറ്റേഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഈ 14 നിന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.